സൈന്യത്തെ പരിഹസിച്ച വാർത്ത നൽകിയ CPM മുഖപത്രത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ നിറയുന്നു. ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ സൈന്യം ചെയ്യാൻ മടിച്ചത് ഡിവൈഎഫ്ഐ ചെയ്തെന്ന വാർത്തയാണ് ട്രോളുകൾക്കിടയാക്കിയത്. പരിശോധന നടത്താൻ സൈന്യത്തിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയെന്ന ദേശാഭിമാനിയുടെ കണ്ടെത്തലും വിമർശിക്കപ്പെടുന്നുണ്ട്. ലീവിന് വന്ന പട്ടാളക്കാരൻ പറയുകയാണ്, ഇനി മടങ്ങി പട്ടാളത്തിലേക്കില്ല, രാജിവെച്ച് ഡിവൈഎഫ്ഐയിൽ ചേരുകയാണ്. മറ്റൊരു കമന്റ് ഇങ്ങനെ, ബെയിലി പാലം നിർമ്മിച്ചത് ഡിവൈഎഫ്ഐയും ഹെലികോപ്റ്ററുകളിൽ ആളുകളെ എയർലിഫ്റ്റ് ചെയ്തത് യൂത്ത് ബ്രിഗേഡുമാണെന്നുകൂടി എഴുതാമായിരുന്നു. സൈന്യം അടിച്ചപ്പോൾ ഒറ്റത്തള്ളിന് പാലമുണ്ടാക്കി. ഇങ്ങനെ പോകുന്നു പാർട്ടി മുഖപത്രത്തിനെതിരെയുള്ള ട്രോൾ മഴയും വിമർശനവും. സൈന്യം അടിച്ചു, യൂത്ത് ബ്രിഗേഡ് ഏറ്റെടുത്തു എന്ന തലക്കെട്ടോടെയായിരുന്നു പത്രത്തിൽ വാർത്ത വന്നത്. വയനാട് ചൂരൽമലയിൽ തിരച്ചിൽ നിർത്തി സൈന്യം മടങ്ങാനിരിക്കെ ചെളിമൂടിയ കലുങ്കിൽ പുതിയ റഡാർ സിഗ്നൽ ലഭിച്ചുവെന്നും അവിടെ പരിശോധിക്കണമെന്ന ആവശ്യം സൈന്യം തള്ളിയെന്നുമാണ് വാർത്ത. സൈന്യം അടിച്ചെടുത്ത് ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് ഇറങ്ങി മണ്ണുമാറ്റി മനുഷ്യ സാന്നിധ്യമില്ലെന്ന് ഉറപ്പുവരുത്തിയെന്നും വാർത്തയിലുണ്ട്. ഇതിനിടെ കലുങ്ക് പരിശോധിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സൈന്യത്തിന് നിർദ്ദേശമെത്തിയെന്നും തുടർന്നുള്ള പരിശോധനയിൽ സൈന്യത്തിനൊപ്പം ഡിവൈഎഫ്ഐ മാത്രം നിന്നാൽ മതിയെന്നും സൈന്യം പറഞ്ഞതായും പാർട്ടി പത്രം തട്ടിവിട്ടു. എന്നാൽ സൈന്യത്തിന് നിർദ്ദേശം നൽകാൻ മുഖ്യമന്ത്രിക്ക് അധികാരമുണ്ടെന്ന് പറയുന്നത് പമ്പര വിഡ്ഢിതമാണെന്ന് സൈനിക വൃത്തങ്ങൾ പറയുന്നു. അടിയന്തര സാഹചര്യത്തിൽ ഏത് സൈനിക വിഭാഗത്തിന്റെ സേവനമാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് ചീഫ് സെക്രട്ടറി രേഖാമൂലം അതാത് വിഭാഗത്തെ അറിയിക്കും. ഈ വിഭാഗം അതാതു ജനറൽ ഓഫീസർ കമാൻഡിങ്ങിന് വിവരം നൽകും. വയനാടിനെ സംബന്ധിച്ച് ബാംഗ്ലൂരിലുള്ള കേരളത്തിന്റെയും കർണാടകയും ചുമതലയുള്ള KNK സബ് ഏരിയ ജനറൽ ഓഫീസർ കമാൻഡിങ്ങിനാണ് വിവരം നൽകേണ്ടത്. ബാംഗ്ലൂർ ജനറൽ ഓഫീസർ കമാൻഡിംഗ് മേജർ ജനറൽ VT മാത്യു ആണ്. ഇദ്ദേഹമാണ് വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. മുഖ്യമന്ത്രിക്ക് സൈന്യത്തിന് ഓർഡർ നൽകാൻ അധികാരമില്ലെന്നിരിക്കെയാണ് വായനക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത അച്ചുനിരത്തി സൈന്യത്തെ അപഹസിക്കാൻ പാർട്ടി പത്രം ഒരുങ്ങി പുറപ്പെട്ടത്. എന്നാൽ സോഷ്യൽ മീഡിയ ഇപ്പോൾ ട്രോളിക്കൊല്ലുകയാണ് ഈ പത്രത്തെ. ജനം, കോഴിക്കോട്.